ഹലോ ഫ്രണ്ട്സ്, സുസിൽസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ദീപക് ചോപ്രയുടെ ദ 7 സ്പിരിച്വൽ ലോസ് ഓഫ് സക്സസ് എന്ന ബുക്ക് ഒരു നല്ല ഗൈഡായിരിക്കും എല്ലാവർക്കും. ജീവിതത്തിൽ സക്സസ് നേടാനായി ഒരു സ്പിരിച്വൽ അപ്രോച്ചോട് കൂടി ഫോളോ ചെയ്യാൻ പറ്റുന്ന 7 ലോസ് ആണ് ഈ ബുക്ക് പകർന്നു തരുന്നത്. നമ്മുടെ ഡിസൈർസ് മാനിഫെസ്റ്റ് ചെയ്യാനും നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ ഫുൾഫിൽ ചെയ്യാനും സഹായിക്കുന്ന ഈ യൂണിവേഴ്സിന്റെ നാച്ചുറൽ ലോസ് ആണ് ഈ ബുക്ക് എംഫസൈസ് ചെയ്യുന്നത്. ഏതെല്ലാമാണ് ഈ 7 ലോസ്? ഒന്നാമത്തേത് ദ ലോ ഓഫ് പ്യുവർ പൊട്ടൻഷ്യാലിറ്റി. ഈ ലോ പറയുന്നത് നമ്മുടെ ട്രൂ എസൻസ് പ്യുവർ കോൺഷ്യസ്നെസ് ആണെന്നാണ്. നമ്മളെല്ലാവരും ഈ യൂണിവേഴ്സിന്റെ ഇൻഫിനിറ്റ് ക്രിയേറ്റീവ് പവറുമായി ജനനം മുതലേ കണക്റ്റഡ് ആണ്. അൺലിമിറ്റഡ് മാനിഫെസ്റ്റിംഗ് പോസിബിലിറ്റീസ് ആണ് ഈ ശക്തിക്കുള്ളത്. ബേസിക്കലി നാം ഡിഫൈൻ ചെയ്യപ്പെടുന്നത് നമ്മുടെ റോൾസോ അച്ചീവ്മെന്റ്സോ എക്സ്റ്റേണൽ ലേബിൾസോ ഒന്നും വഴിയല്ല. പ്യുവർ കോൺഷ്യസ്നെസ്സുമായി അലൈൻ ചെയ്യുന്നത് വഴി അബണ്ടൻസും ഇൻഫിനിറ്റ് ക്രിയേറ്റിവിറ്റിയും ഒക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. നാം നമ്മുടെ ഈഗോ ഒക്കെ കളഞ്ഞ് ജീവിക്കണമെന്നും യൂണിവേഴ്സുമായി ഒരു യൂണിറ്റി ഉണ്ടാകണമെന്നും ഈ ബുക്ക് പറയുന്നു. ഇതിനെല്ലാമായി നാം ഒരു ദിവസം കുറച്ചു സമയമെങ്കിലും ഫോൺ, മീഡിയ, കോൺവെർസേഷൻസിൽ നിന്നുമൊക്കെ മാറി സൈലൻ്റായി ഇരിക്കണമെന്നും മെഡിറ്റേറ്റ് ചെയ്യണമെന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ സ്പെൻഡ് ടൈം വിത്ത് നേച്ചർ എന്നും അദ്ദേഹം പറയുന്നു. നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യരുത്. ഫോക്കസ് ഓൺ ബീയിങ്, നോട്ട് ഡൂയിങ്. ഡിറ്റാച്ച് ഫ്രം ഔട്ട്കംസ് ആൻഡ് ട്രസ്റ്റ് ദ ഫ്ലോ ഓഫ് ലൈഫ്. ദെൻ സെക്കൻഡ് ലോ ഈസ് ദ ലോ ഓഫ് ഗിവിങ്. ഈ യൂണിവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ചേഞ്ച് ബേസ് ചെയ്താണ്. By giving and receiving freely, we keep energy flowing and increase abundance in life. Third law എന്ന് പറയുന്നത് the law of karmയാണ്. എല്ലാ ആക്ഷൻസും ഒരു റിയാക്ഷനെ ഉണ്ടാക്കും. നല്ല ഔട്ട്കംസ് ഉണ്ടാകണമെങ്കിൽ we should make conscious decisions that align with positivity and growth. ഓരോ ലൈഫ് ചോയ്സസിന്റെയും കോൺസിക്വൻസസ് നാം എന്നും റിഫ്ലക്ട് ചെയ്യണം. നാലാമത്തെ ലോ ദ ലോ ഓഫ് ലീസ്റ്റ് എഫേർട്ട്. പ്രകൃതി എല്ലാം അച്ചീവ് ചെയ്യുന്നത് എഫേർട്ട്ലെസ് ഈസോട് കൂടിയാണ്. നമുക്കും ഈ അച്ചീവ്മെന്റ് സാധിക്കും നമ്മൾ പ്രകൃതിയോട് ചേർന്ന് നിന്നാൽ. ബേർഡ്സ് ഒരിക്കലും ഫ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യാറില്ല, ദേ ജസ്റ്റ് ഫ്ലൈ. അതുപോലെ പൂക്കൾ ഒരിക്കലും വിരിയാൻ ട്രൈ ചെയ്യാറില്ല, ദേ സിംപ്ലി ബ്ലൂ. യൂണിവേഴ്സ് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ഹാർമണിയിലാണ്. നമുക്കും ഈ ഫ്ലോ മിമിക് ചെയ്യാം. റിയാലിറ്റിയെ റെസിസ്റ്റ് ചെയ്യാതെ പോസിറ്റീവ് ആക്ഷൻസ് അക്സെപ്റ്റ് ചെയ്യാനാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നാം എപ്പോഴും പോസിബിലിറ്റീസിനോട് ഫ്ലെക്സിബിളും ഓപ്പണുമായിരിക്കണം. റിജിഡിറ്റി ലീഡ്സ് ടു അൺനെസസറി എഫേർട്ട് ആൻഡ് സ്ട്രെസ്. വി മസ്റ്റ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് അവർ ആക്ഷൻസ് ആൻഡ് ദെയർ കോൺസിക്വൻസസ് വിത്തൗട്ട് ബ്ലെയിമിംഗ് എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസസ്. സീ എവറി ചലഞ്ച് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത്. ഡിഫറൻസ്ലെസ്നെസ് നാം പ്രാക്ടീസ് ചെയ്യണം. ഇത് നമ്മൾ മറ്റുള്ളവരുമായി കോപ്പറേറ്റീവ് ആകുവാനും എല്ലാ ആർഗ്യുമെന്റ്സും വിൻ ചെയ്യേണ്ട കാര്യമില്ലാതാകുവാനും അങ്ങനെ നമ്മുടെ എനർജി കൺസർവ് ചെയ്യാനും സഹായിക്കുന്നു. നാം നമ്മുടെ ഓരോ ജോലിയും പാഷനോട് കൂടി ചെയ്താൽ ഒരു എഫേർട്ട്ലെസ് ജോബ് ആയിരിക്കും അത്. നമ്മുടെ ഗോൾസിനെയൊക്കെ സിംപ്ലിഫൈ ചെയ്ത് എസെൻഷ്യൽ ആയതിൽ മാത്രം ഫോക്കസ് ചെയ്യാനും അത് സിമ്പിളായി മാനേജ് ചെയ്യാനും അദ്ദേഹം പറയുന്നു. അടുത്തത് അഞ്ചാമത്തെ ലോ എന്ന് പറയുന്നത് ദ ലോ ഓഫ് ഇന്റൻഷൻ ആൻഡ് ഡിസയർ. നാം നമ്മുടെ പ്യുവർ ഡിസൈർസ് ഒക്കെ ക്ലിയർ ആയി ഫോക്കസ് ചെയ്ത് ഔട്ട്കംസിൽ അറ്റാച്ച്ഡ് ആവാതെ യൂണിവേഴ്സിലേക്ക് കടത്തിവിടാനാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് ഫലം കാണും എന്നും അദ്ദേഹം പറയുന്നു. വി മസ്റ്റ് സ്റ്റേ അവെയർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ഐഡിയാസ് ഓർ കോഇൻസിഡൻസസ് ദാറ്റ് അലൈൻ വിത്ത് അവർ ഇന്റൻഷൻസ്. നാം എപ്പോഴും ബി റെഡി ആയിരിക്കണം. നമ്മുടെ ഇന്റൻഷൻസ് ഒക്കെ ഒരു പേപ്പറിൽ എഴുതാം, അത് വിഷ്വലൈസ് ചെയ്യാം, അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാം, എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം. ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ റിയാലിറ്റി കോൺഷ്യസ് ആയി ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. ആറാമത്തെ ലോ എന്ന് പറയുന്നത് ദ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്. നമ്മൾ റിസൾട്ട്സിൽ അറ്റാച്ച്ഡ് ആവാതെ ഈ യൂണിവേഴ്സിന്റെ ഫ്ലോയുമായി അലൈൻ ചെയ്ത് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസും ആയി ഓപ്പൺ ആയി ഈ ലൈഫിന്റെ ഇൻഹറന്റ് വിസ്ഡത്തെ ട്രസ്റ്റ് ചെയ്യണമെന്നും ശ്രീ ചോപ്ര പറയുന്നു. ലാസ്റ്റ് ലോ എന്ന് പറയുന്നത് ദ ലോ ഓഫ് ധർമ്മ. എവറി ഇൻഡിവിജ്വൽ ഹാസ് എ യുണിക് പർപ്പസ് ഇൻ ലൈഫ്, എ സ്പെഷ്യൽ ടാലന്റ് ടു ഷെയർ വിത്ത് ദ വേൾഡ്. ഈ ധർമ്മ ഡിസ്കവർ ചെയ്ത് ഈ ധാർമ്മിക് ലൈഫ് ജീവിക്കുന്നത് വഴി
അബണ്ടൻസ് ആൻഡ് ഫുൾഫിൽമെന്റ് നമുക്ക് ലഭിക്കും. സേവ് അതേഴ്സ് ബൈ യുവർ ടാലൻസ് ആൻഡ് ലീവ് എ ഹൈലി പർപ്പസ്. ഓരോ ദിവസവും കുറച്ചു ദിവസം ഒരു റിഫ്ലക്ഷനായി മാറ്റിവെക്കുക. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. വാട്ട് മേക്സ് യു ട്രൂലി ഹാപ്പി? വാട്ട് ആക്ടിവിറ്റീസ് മേക്ക് മീ ലോസ് ട്രാക്ക് ഓഫ് ടൈം? ഫോക്കസ് ഓൺ വാട്ട് യു ഡു എഫേർട്ട്ലെസ്ലി ദാറ്റ് ബ്രിങ്സ് ദ ജോയ്. സെൽഫ് അവയർനെസ് നാം കൾട്ടിവേറ്റ് ചെയ്യണം. പേ അറ്റൻഷൻ ടു മൊമെന്റ്സ് വെൻ യു ഫീൽ ഡീപ്ലി സാറ്റിസ്ഫൈഡ്. These are the signs of alignment with dharma. ഹലോ ഫ്രണ്ട്സ്, ഈ ബുക്കിൽ പറയുന്ന നിയമങ്ങൾ പാലിച്ചാൽ ഒരു ഇന്നർ പീസും മെറ്റീരിയൽ സക്സസും സ്പിരിച്വൽ ഫുൾഫിൽമെന്റും നമുക്ക് കിട്ടും. ഈ 7 സ്പിരിച്വൽ ലോസ് ഓഫ് സക്സസ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് ശ്രമിക്കാം. നന്ദി.